നമസ്കാരം. വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റ് സീരീസിലെ തേർഡ് വീഡിയോ ആണിത്. നോ പെയിൻറ്റ് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റിക്വസ്റ്റസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് പെയിൻറ്റ് യൂസ് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കളർ ബോട്ടിലിനേക്കാളും നല്ലത് പ്ലെയിൻ എടുക്കുന്നതായിരിക്കും. ഇനി നമുക്കൊരു മാർക്കർ വേണം. ഞാൻ ബ്ലാക്ക് മാർക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി ബോട്ടിലിൻ്റെ മുകളിൽ ഈ മാർക്കർ വെച്ചിട്ട് കുറച്ച് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കണം. അധികം സ്പേസ് വിടാതെ കുറച്ച് അടുപ്പിച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ പല ഷേപ്പിൽ വരച്ചു കൊടുക്കണം, തല കുത്തനൊക്കെ ആയിട്ട്, എന്നാലേ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് വരയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റെഡ് മാർക്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നാവുക. ഞാൻ വരച്ച് വന്നപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറി വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊരു ഐറ്റം വെച്ചിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ഈ ഒരു ഷേപ്പൊന്നും അങ്ങനെ അറിയില്ല. ഇപ്പം ഞാൻ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് ഫില്ല് ചെയ്യാണ്. ഇങ്ങനെ നമുക്ക് ഈ ബോട്ടിൽ മൊത്തം ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മാർക്കർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബോട്ടിൽ ചെയ്യാനായിട്ട് ഞാൻ പെർമനൻറ്റ് മാർക്കറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതാവുമ്പം വിരലൊക്കെ തട്ടുമ്പോൾ അത് മാഞ്ഞു പോവില്ല. ഇത് കണ്ടില്ല, എത്ര മായ്ച്ചാലും പോവില്ല. ഇനി ഇതുപോലുള്ള മാർക്കറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ ഉണ്ടാവുക ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ച് വരയ്ക്കുമ്പോൾ നല്ല ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കിട്ടുന്നത്. മറ്റേതിൻ്റെ അത്ര ഡാർക്ക്നെസ് ഒന്നുമില്ല. പിന്നെ അതുമല്ല, ഇത് കൈ വെച്ച് മായ്ക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് മാഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിലിൽ ചെയ്യാനായിട്ട് പെർമനൻറ്റ് മാർക്കർ തന്നെയാണ് നല്ലത്. അപ്പോൾ ബോട്ടിലിലെ വര കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഗിൽറ്റ് പൗഡറാണ്. എൻ്റെ കയ്യിൽ 3 കളേഴ്സാണുള്ളത്. ഗോൾഡനും ഗ്രീനും പിന്നെ ഒരു വയലറ്റും. ഇത് ഞാൻ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചതായിരുന്നു. റെഡായിരുന്നു മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഈ 3 വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി ഓരോ ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിലും നമുക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. ജസ്റ്റ് ഒരു വിരൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഹാർട്ടിൻ്റെ പുറത്താവാതെ നോക്കണം. അതിനാണ് നമ്മൾ ആ ബോർഡർ പോലെ മാർക്കർ കൊണ്ട് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെച്ച് കൊടുക്കാം. ഗിൽറ്റ് വേറെ എവിടെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കളർ ഇടുമ്പോൾ വേറെ പേപ്പർ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയി പോകും. ഇനി നേരത്തെ ഗം ആവാത്ത വിരലുകൊണ്ട് വേണം ഈ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അടുത്തത് വയലറ്റ് ഇടാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേപ്പർ മാറ്റുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലെ എല്ലാ ഹാർട്ട് ഷേപ്പിലും ഈ 3 കളർ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇന്ന് ഫെബ്രുവരി 6 നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആദിലയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആദില. അപ്പോൾ ഗിൽറ്റ് പൗഡർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് പൗഡർ കിടക്കുന്നുണ്ട്. ഇത് പോക്കാനായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രഷ് വേണം. എന്നിട്ട് പതുക്കെ ഇതിൻ്റെ ഇടയിലൂടെ തട്ടിക്കളഞ്ഞാൽ മതി. ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സിമ്പിൾ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി നമുക്ക് ഈ സീരീസിലെ 4th വീഡിയോയിൽ കാണാം.